COP6E ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻസ് അധികമില്ലാതിരിക്കുന്നതാണ് അത്രയും നല്ലത്. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, BJP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, പിന്നെ കുറേ സ്വതന്ത്രരുണ്ടാവും. ഏകദേശം ഈ പേരുകളൊക്കെ സിമിലർ ആയിട്ടുള്ളത്. ചിലപ്പോൾ പെട്ടുപോകുമെന്നേ, ഒരേ കണക്കിരിക്കും പേരുകൾ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ടാകുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാരണം നേരത്തെ തന്നെ ആ ബാലറ്റ് പേപ്പറിലെ പൊസിഷൻ വരെ നോക്കി വെച്ചിട്ടൊക്കെ പോകും. പക്ഷെ നേഴ്സസിന് നേഴ്സിംഗ് കെയർ കൊടുക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എക്യുപ്മെൻസിന് ഓപ്ഷൻസ് കുറയണ്ട. ഒരു ഗ്ലൂക്കോമീറ്റർ കൊണ്ടൊരു വാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കരുത്. നമ്പർ ഓഫ് നേഴ്സസ് എത്ര പേര് കെയർ ഗിവിങ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, കെയർ ഗിവിങ്ങിന് എത്ര പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അത്രയും പേർക്കും കൈകാര്യം ചെയ്യാൻ തക്ക വിധത്തിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രീതി അനുസരിച്ച് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് ഒരു അഡൾട്ട്സിന് ഉപയോഗിക്കുന്ന ഒരു സൈസ് ഓഫ് കഫിൻ്റെ സൈസൊക്കെ ഡിഫറൻസ് ഉള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏത് വാർഡിലെ നേഴ്സിനാണ് എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ശരിക്കും ഗ്ലൂക്കോമീറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതൽ വേണ്ടുന്നതും കുറച്ച് വേണ്ടുന്നതുമായ, അല്ലെങ്കിൽ നെബുലൈസറിൻ്റെ ആവശ്യം കൂടുതൽ വേണ്ടുന്നതും കുറച്ച് വേണ്ടുന്നതുമായ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവാം. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളത്രയും എക്യുപ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയണം. സോ സിമ്പിൾ. ഇല്ലെങ്കിൽ പരാതിപ്പെട്ടോളൂ, റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ മാനേജ്മെൻറ്റിന്. മാനേജ്മെൻറ്റ് റെഡിയാണ് വാങ്ങിത്തരാൻ. കാരണം മാനേജ്മെൻറ്റിന് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അറിയാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ആവശ്യാനുസരണം തന്നാൽ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഉയർത്താൻ കഴിയും. ഒരു അത്യാവശ്യത്തിന് വേറൊരിടത്ത് പോയിരിക്കുന്നത് തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവലല്ല ഏതൊരു സാഹചര്യത്തിലും ആവശ്യമുള്ളൊരു എക്യുപ്മെൻറ്റ്, ആവശ്യത്തിന് നേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാകുന്നത്. നേഴ്സസ് ആർ പ്രൊവൈഡഡ് വിത്ത് അപ്രോപ്രിയേറ്റ് ആൻഡ് അഡക്വേറ്റ് എക്യുപ്മെൻറ്റ്സ് ഫോർ പ്രൊവൈഡിങ് സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് നഴ്സിംഗ് കെയർ എന്നതാണ് COP6E. നമ്മുടെ ഹോസ്പിറ്റലുകൾ അത്തരത്തിലായി മാറുമെന്നത് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ നമുക്ക് ഉറപ്പുവരുത്താം.